ഹലോ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്നലെ നമ്മൾ മാർക്കിങ്ങും കട്ടിങ്ങും ചെയ്ത് വെച്ചത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതുപോലെ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് എങ്ങനെ തയ്ച്ചെടുക്കുക എന്നുള്ളത് നോക്കാം. ഇതുപോലെ വെച്ച ശേഷം നമ്മൾ ഒന്നിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച ശേഷം ഈ ഷേപ്പ് കാണാനുണ്ടോ, അതിനുശേഷം നമുക്ക് തയ്ച്ചെടുക്കാം. ഇതുപോലെ തയ്ച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റേ ഒരു ക്രോസ് പീസ് കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം. ഇതുപോലെ വെച്ച ശേഷം അതിൻ്റെ മുകളിലോട്ട് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വി ഷേപ്പ് കാണാം, അതിലൂടെ തയ്ച്ചെടുക്കാം. ഇനി നമുക്കത് നിവർത്തി വെക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പീസ് കിട്ടിയിട്ടുണ്ടാവും, കാണാനുണ്ടോ? ഇനി അത് നമുക്കൊന്ന് മടക്കി വെച്ച ശേഷം ഫോൾഡ് ചെയ്ത ശേഷം വക്കിന് ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ വക്കിനൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ തയ്ച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ റൗണ്ട് നെക്ക്, ആം ഹോള് ഇതൊക്കെ തയ്ച്ചെടുക്കുമ്പോൾ സ്ലിപ്പായി പോവാണ്ട് കറക്റ്റ് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ തയ്ച്ചെടുക്കുന്നത്. ഇതുപോലെ. ഇനി നമുക്കിത് നെക്കിൽ എങ്ങനെ തയ്ച്ചെടുക്കുക എന്നുള്ളത് നോക്കാം. ഫ്രണ്ട് പോർഷനാണ് ഇത്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ നമ്മൾ ഈ ക്രോസ് പീസ് വെക്കേണ്ടത്. ഇതുപോലെ വെച്ച ശേഷം തയ്ച്ചെടുക്കാം. തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫൂട്ടിൻ്റെ സൈഡ് ഭാഗം എപ്പോഴും നെക്കിൻ്റെ വക്കിലൂടെ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ വക്കിലൂടെ തുടക്കക്കാരെപ്പോഴും ഇത് ഫോളോ ചെയ്യണം കേട്ടോ. അത്രയും സ്റ്റിച്ചിങ് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാലൻസ് വരുന്നതൊക്കെ ഇനി നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ ബാലൻസ് വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അതിൻ്റെ മറ്റേ സൈഡിലോട്ട് ഇട്ട ശേഷം ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് എത്രത്തോളം അടുപ്പിച്ചിട്ട് ഗ്യാപ്പ് ഇടാൻ പറ്റുമോ അത്രത്തോളം അടുപ്പിച്ചിട്ട് ഗ്യാപ്പ് ഇട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എത്ര അടുപ്പിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നീറ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അത് തിരിച്ച് വെച്ച ശേഷം ക്രോസ് പീസ് തിരിച്ച് വെച്ച ശേഷം നോക്കാം. കറക്റ്റ് നല്ല റൗണ്ടിൽ പൈപ്പിംഗ് ചെയ്ത ഒരു നെക്ക് നമുക്ക് കാണാനുണ്ടോ? ഇനി നമുക്കിത് വക്കിലൂടെ ഒന്ന് തയ്ച്ചെടുക്കാം. ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ടുള്ള പൈപ്പിംഗ് യൂണിഫോം, അതുപോലെ ലൈനിങ് ഇല്ലാത്ത കുർത്തീസ്, ചുരിദാർ ഇതിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. ക്രോസ് പീസ് വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ് നമുക്ക് ലൈനിങ് ഇല്ലാത്ത ഒരുവിധം ഡ്രസ്സുകൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. എക്സ്ട്രാ വരുന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ കാണാണ്ട് റൗണ്ട് നെക്ക് നല്ല പൈപ്പിംഗ് രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്ക് നെക്ക് എങ്ങനെ തയ്ച്ചെടുക്കുക എന്നുള്ളത് നോക്കാം. ഇതുപോലെ ബാക്ക് നെക്ക് എടുത്ത ശേഷം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് വേണം ക്രോസ് പീസ് വെച്ച് കൊടുക്കാൻ. കാണാനുണ്ടോ? ഇതിൻ്റെ നല്ല വശത്ത് ക്രോസ് പീസ് വെക്കുക. തയ്ച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫൂട്ട് എപ്പോഴും വക്കിന് വരണം കേട്ടോ. അത് തുടക്കക്കാർ മറന്നു പോകാണ്ടിരിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടോ. ഇതുപോലെ തയ്ച്ചെടുക്കുക. ഈ തയ്ച്ചെടുത്ത ഭാഗത്തല്ലാതെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ. കാണാനുണ്ടോ? ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തയ്ച്ചെടുത്ത നൂലിൽ ഒരിക്കലും ഇത് തട്ടരുത് കേട്ടോ. തയ്ച്ചെടുത്ത നൂലിൽ തട്ടാതെ മാക്സിമം കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ ബാക്ക് സൈഡിലേക്ക് ആ ഒരു ക്രോസ് പീസ് തിരിച്ച് വെക്കാം. ഇതുപോലെ ക്രോസ് പീസ് തിരിച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ വക്കിലൂടെ തയ്ച്ചു കൊടുക്കുക. കാണാനുണ്ടോ? ഇതുപോലെ വക്കിന് തയ്ച്ചു കൊടുക്കുക. സാവധാനത്തിൽ ചെയ്ത് പഠിക്കുക കേട്ടോ. തുടക്കക്കാരെപ്പോഴും സാവധാനത്തിൽ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. ഇതുപോലെ തയ്ച്ച ശേഷം എക്സ്ട്രാ വരുന്ന ത്രെഡ്, അതുപോലെ ബാലൻസ് പീസ് ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. കാണാനുണ്ടോ? വൃത്തിയിൽ കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ കാണാനുണ്ടോ? റൗണ്ട് നെക്ക് പൈപ്പിംഗ് ചെയ്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒന്ന് നോക്കി നോക്കാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. കാണാനുണ്ടോ? ഇതുപോലെ ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് ഈ പോർഷന്. ഇതിൻ്റെ ക്രോസ് പീസ് നല്ല ഭാഗത്തേക്കും ബാക്ക് സൈഡ് ബ്ലാക്ക് കളറായിട്ടാണ് കേട്ടോ നമുക്ക് കാണാം. ബാക്ക് സൈഡിൽ ക്രോസ് പീസ് ബാക്കിലോട്ടാണ്. ഫ്രണ്ട് പീസിലൊന്നും ഉണ്ടാവില്ല, ബാക്ക് സൈഡിലാണ് ക്രോസ് പീസ് കാണാനുണ്ടോ? ഇനി നമുക്കിതിൻ്റെ നല്ല വശം ഒരുമിപ്പിച്ച് വെച്ച ശേഷം
അതിൻ്റെ ഷോൾഡർ ഒന്ന് തയ്ച്ചെടുക്കാം. ഇതുപോലെ വെച്ച ശേഷം ഷോൾഡർ ഒന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. രണ്ട് സൈഡും ഒന്ന് തയ്ച്ചെടുക്കാം. എപ്പോഴും തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും കെട്ടിടണം കേട്ടോ. ഇതുപോലെ ഫൂട്ടൊന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കി കൊടുക്കുക. അതല്ലെങ്കിൽ സ്റ്റിച്ച് പൊട്ടിപ്പോരാൻ സാധ്യത ഉണ്ട്. അതെപ്പോഴും ചെയ്ത് പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുമിച്ച് വേണം വെക്കാൻ. ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാനുണ്ടോ, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം വേണം കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മളെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണാനുണ്ടോ? ഇത് നമുക്ക് നല്ല വശത്തേക്കൊന്ന് ഇട്ട് നോക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആം ഹോൾ, കൈക്കുഴീൻ്റെ ഭാഗം ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്തെടുക്കാനാണ്. ഇപ്പോൾ കാണാനുണ്ടോ? ഇപ്പോൾ നമ്മളെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതാ ഷോൾഡറും കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഈ കൈക്കുഴിയാണ് ക്രോസ് പീസ് വെക്കാനുള്ളത്. ഇതുപോലെ നിവർത്തി വെച്ച ശേഷം നമ്മൾ എങ്ങനെയാണോ ഫ്രണ്ട് നെക്ക് ചെയ്തത് അതുപോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. ക്രോസ് പീസ് വെക്കുക. ഫൂട്ടിൻ്റെ സൈഡ് എപ്പോഴും വക്കിന് വരാൻ ശ്രദ്ധിക്കുക മാക്സിമം. കാരണം അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് നീറ്റായിട്ടുള്ള റൗണ്ട് കിട്ടില്ല. അത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഫൂട്ടിൻ്റെ സൈഡ് പോർഷൻ ശ്രദ്ധിക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഒരിക്കലും നമ്മൾ കട്ട് ചെയ്തേ പറയാം. കാരണം അവിടെ രണ്ട് സ്റ്റിച്ചിങ് നമ്മൾ പോകുന്നുണ്ട്. ക്രോസ് പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്തതും ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യണതും. അതുകൊണ്ടാണ് അവിടെ കട്ട് ചെയ്തേ പറയുന്നത്. ഇതുപോലെ തിരിച്ച് വെച്ചാൽ ഇത് ഒരൊറ്റ ലൈന് പോണത് കാണാൻ നമ്മൾ തുന്നി കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ തുന്നലിൽ തട്ടാതെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാണാനുണ്ടോ? കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇനി അത് ബാക്ക് സൈഡിലോട്ട് ക്രോസ് പീസ് തിരിച്ച് വെക്കുക. എപ്പോഴും തിരിച്ച് വെക്കുമ്പോൾ ഫുള്ളായിട്ട് ക്രോസ് പീസ് ഫുള്ളായിട്ട് തിരിച്ച് വെക്കണം കേട്ടോ. ഇതുപോലെ തന്നെ സാവധാനത്തിൽ വക്കിലൂടെ തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കൈക്കുഴി ആം ഹോളിൻ്റെ ഭാഗം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാണാനുണ്ടോ? കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിൻ്റെ മറ്റേ ഭാഗം കാണാനുണ്ടോ? ഇപ്പോൾ കൈക്കുഴി കഴിഞ്ഞിട്ടുണ്ട്, നെക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് കൈക്കുഴിയാണ് തയ്ച്ചെടുക്കാനുള്ളത്, ഈ സൈഡ്. ഇനി നമുക്കിതുപോലെ തന്നെ എങ്ങനെയാണോ ഫസ്റ്റ് ചെയ്തത് അതേപോലെ തന്നെ ഇവിടെയും ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നെക്കും ഷോൾഡറും കൈക്കുഴിയും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ച്ചെടുക്കാനുള്ളത് ടോപ്പിൻ്റെ അടിഭാഗമാണ്. അടിഭാഗം മടക്കി തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ ലെവലിക്ക് മടക്ക് വരണം കേട്ടോ. ഇതുപോലെ ചെറിയ മടക്ക്, രണ്ട് മടക്ക്, ഇങ്ങനെ രണ്ട് മടക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗത്ത് വലിയ മടക്ക് വീതിയിൽ മടക്കുക, മറ്റേ സൈഡിൽ ചെറിയ വീതിയിൽ മടക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരേ ലെവലിക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ലെവലിക്കാണോ മടക്ക് ഇട്ടിക്കണത് അതുപോലെ തന്നെ ഫുള്ള് ചെയ്യണം കേട്ടോ. ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. തുടക്കക്കാർ എൻ്റെ മാർക്കിങ്ങും അതേപോലെ കട്ടിങ്ങും അതേപോലെ ഇപ്പോൾ ചെയ്യുന്ന സ്റ്റിച്ചിങ്ങും ഒരേ ഇതിൽ കൊണ്ടടക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡും കൂടി നമ്മൾ തയ്ച്ചെടുക്കുക. ഇപ്പോൾ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാനുണ്ടോ? ഇനി നമുക്കിത് ബാക്ക് സൈഡ് കറക്റ്റായിട്ട് രണ്ട് ഭാഗം ഒരുപോലെ ഒരുമിച്ച് വെക്കാം. ഇതുപോലെ ഒരേ ലെവലിലേക്ക് വെച്ച് കൊടുക്കാം. മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 1 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളൊരു ഭാഗമായിട്ടാണത് വരിക. കാണാനുണ്ടോ? അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ആ സൈഡിൽ മാർക്കിംഗ് ഇല്ല. അപ്പോൾ ഈ സൈഡത്തെ പോലെ തന്നെ ഓരോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പുറത്തെ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ തയ്ക്കുമ്പോൾ അത് തെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കിംഗ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അതിലൂടെ തയ്ച്ചെടുക്കുക. എപ്പോഴും നമ്മൾ തയ്ക്കുമ്പോൾ കെട്ടിട്ട് തയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ താഴോട്ടും മേലോട്ടും ഒന്ന് ആക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 വയസ്സുള്ള കുട്ടിയുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ.
ഇതുപോലെ തയ്ച്ചെടുക്കാം. എപ്പോഴും സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അവസാനത്തിലും ഒരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കാം. കാണാനുണ്ടോ? ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ നല്ല വശം നോക്കി നോക്കാം. ഒന്ന് തിരിച്ച് വെച്ച ശേഷം ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണിത്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. കറക്റ്റായിട്ട് മാർക്കിങ്ങും സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഞാൻ ചെയ്ത ലെവലിൽ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.